കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററും തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായ അപ്പു ജോൺ ജോസഫ് PJ ജോസഫിന്റെ മണ്ഡലത്തിൽ മകനായ അപ്പു ജോൺ ജോസഫാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് മറ്റു മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. 8 മണ്ഡലങ്ങളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. പാർട്ടിയുടെ വിജയത്തിനും UDFന്റെ വിജയത്തിനും വേണ്ടി പരിശ്രമിക്കുന്നതിനിടെയാണ് അദ്ദേഹം തൊടുപുഴയിൽ സമയദായരെ കാണുന്നത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ഓട്ടം? ഇവിടെ നല്ല ഹെക്ടിക്കാണ്. സമയത്തിന്റെ ഒരു കുറവുണ്ട്. കാരണം ഇലക്ഷൻ പെട്ടെന്നെങ്കിൽ വന്നു. എന്നിരുന്നാലും മണ്ഡലത്തിന്റെ എല്ലാ കോണുകളിലും ഓടിയെത്താൻ പരിശ്രമിക്കുന്നുണ്ട്. PJ ജോസഫിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമല്ലാത്ത ഒരു സാഹചര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങൾ. അത് എങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? അപ്പച്ചൻ പ്രധാനപ്പെട്ട പരിപാടികളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇന്നാണ് നമ്മുടെ നിയോജകമണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകുന്നേരമാണ് ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ മറ്റ് പാർട്ടിയുടെ മറ്റ് മണ്ഡലങ്ങളിലും മറ്റ് നിയോജകമണ്ഡലങ്ങളിൽ അപ്പച്ചൻ പ്രചരണത്തിനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ UDFന്റെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്താൻ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ അനായാസകരമായിരുന്നു. പക്ഷെ പറ്റുന്ന രീതിയിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഇത്തവണ ഈ 10 സീറ്റുകൾ 8 സീറ്റുകളായി കുറഞ്ഞിട്ടുണ്ട്. അത് അണികൾക്കിടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലേ? അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ വന്നതാണ്. പക്ഷെ അത് പ്രതിപക്ഷ നേതാവും പാർട്ടി നേതാക്കന്മാരും അപ്പച്ചനും മോൻസും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതൊരു താൽക്കാലിക ഒരു എഗ്രിമെൻ്റാണ്. കേരള കോൺഗ്രസിന് തത്വത്തിൽ 10 സീറ്റ് തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഈ 2 സീറ്റുകൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസിനും ലീഗിനും CMPക്കും RSPക്കും ADPക്കും ഫോർവേഡ് ബ്ലോക്കിനും ഒക്കെ ഇന്ന് മണ്ഡലത്തിൽ 140 സ്ഥാനാർത്ഥികളുണ്ട്. ഇത് ടീം UDF ആണ്. പക്ഷെ മറുവശത്ത് അവർ പരിഹസിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി. അവർ പരിഹരിച്ചോട്ടെ. ഇപ്പം നമുക്ക് ഈ പറയുന്ന പോലെ തോക്കാൻ പോകുന്നവർക്ക് ഇനി പരിഹാസം മാത്രമല്ലേ ബാക്കിയുള്ളൂ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ജോസ് കെ മാണിയുടെ ആത്മവിശ്വാസം, അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കാർഷിക മേഖലയിൽ, ക്രൈസ്തവ മേഖലയിൽ നന്നായി ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ചില സമയങ്ങളിൽ പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷെ അവസാനം എന്തൊക്കെയാണ് ക്രൈസ്തവ സഭകൾ ആവശ്യപ്പെട്ടത്, ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള ആവശ്യമുണ്ടായത്, അതെല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞു LDF സർക്കാരിന്റെ ഭാഗമായി ഇരുന്നുകൊണ്ടെന്നാണ്. അല്ല, പരിഹരിച്ച ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരും കൂടെ ഒന്ന് ചോദിച്ചാൽ നല്ലതായിരിക്കും. 5.5 വർഷം അല്ലെങ്കിൽ 5 വർഷം ഭരണത്തിലിരുന്നിട്ട് ഈ ഭരണം തീരാൻ 2 മാസം ഉള്ളപ്പം ഓടിപ്പിടിച്ച് കുറേ പ്രസ്താവനകൾ നടത്തിയതല്ലാതെ, ഉദാഹരണം പറഞ്ഞാൽ ഭൂപതിവ് ചട്ടം, ഇടുക്കിയിലെ ഭൂപതിവ് ചട്ടം PJ ജോസഫ് നിരന്തരമായിട്ട് അസംബ്ലിയിൽ പറഞ്ഞ കാര്യമാണ്. 3 വാക്കുകൾ എഴുതി ചേർത്താൽ മാറുന്ന വിഷയമുണ്ട് ഇടുക്കിയിൽ. കൃഷിക്കും വീട് പണിയുവാനും മറ്റ് ഇതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വിനിയോഗിക്കാമെന്ന ആ 3 ക്ലോസുകൾ ആ ചട്ടത്തിൽ എഴുതി തീർത്താൽ മാറുന്നൊരു വിഷയത്തെ സങ്കീർണമാക്കി ഇന്ന് കൃഷിക്കാരെ ഉദ്യോഗസ്ഥരുടെ ഔദാര്യത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി. പ്രതിപക്ഷ നേതാവ് തുടരെ വന്ന് പ്രസംഗിച്ചു, ഇടുക്കിയിലും പ്രസംഗിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ഉപാധിരഹിത പട്ടയം കർഷകർ, അതാണ് ആവശ്യം. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി ഈ 4.5 വർഷം ഇവർ എവിടെയായിരുന്നു? ഏറ്റവും അവസാനം JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പോലും പുറത്തുവിടാൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദം ജോസ് കെ മാണി പറയുന്നുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഈ ഗവൺമെന്റ് അന്ന് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത ദിവസം തന്നെ ആളുകൾ മുറവിളി കൊട്ടിക്കൊണ്ടിരിക്കുക. അതിപ്പോ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നല്ലാതെ എന്താ പറയുക, ഇത്രയും നാളുണ്ടായിട്ട് ഇപ്പോഴാണോ ചെയ്യുന്നത്? ഇടുക്കി പാക്കേജിൽ 12,000 കോടി രൂപയാണ് വിവിധ ഘട്ടങ്ങളായിട്ട് ഇവർ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞതിന് മുമ്പിലത്തെ അസംബ്ലി സെക്ഷനിൽ PJ ജോസഫ് അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചു, ഇടുക്കി പാക്കേജിൽ എത്ര തുക വിനിയോഗിച്ചിട്ടുണ്ട്? അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടിയത് 12,000 കോടി രൂപയിൽ 53 കോടി രൂപയ്ക്ക് ഭരണാനുമതി കൊടുത്തിട്ടുണ്ട്. എത്ര കോടി ചെലവഴിച്ചിട്ടുണ്ട്? 0. 5 പൈസ ചെലവഴിക്കണം. അപ്പോൾ ഇവരെ ഏത് കാർഷിക മേഖലയിലെ എന്ത് വിഷയം പരിഹരിച്ചു എന്നാണ് ഇവർ പറയുന്നത്? ഈ കുട്ടനാട് സംഭരിക്കുന്ന നെല്ലിന് പോലും ഇവർക്ക് വില കൊടുക്കാൻ പറ്റുന്നില്ല. റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയവർ ആ മേഖലയിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ക്ഷേമ പെൻഷൻ 2,500 രൂപയാക്കുമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഈ ഇടയ്ക്ക് ഇലക്ഷൻ എടുത്തപ്പം 2,000 ആക്കി ജസ്റ്റ് ഒന്ന് ഒരാളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ജോസ് കെ മാണി പറയുന്നത്, കന്യാസ്ത്രീകൾക്ക് പോലും പെൻഷൻ ഉറപ്പാക്കിയെന്നാണ്. കന്യാസ്ത്രീകൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ തന്നെയാണ് ഇത് ഉറപ്പാക്കിയെന്ന് പറയുന്നത്. അതൊക്കെ ഈ ഒരു സർക്കാർ നയം പ്രഖ്യാപിക്കേണ്ടത് അധികാരത്തിൽ കയറുന്ന ആദ്യത്തെ മാസമോ അല്ലെങ്കിൽ ആദ്യത്തെ ബജറ്റിലാണ്. ഇത് ഇത്രയും നാളും ഇത് ആളുകളെ വെച്ചുകൊണ്ടിരുന്നിട്ട് അവസാനത്തെ 2 മാസം വന്നപ്പം പ്രഖ്യാപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവസാനത്തെ 2 മാസമായപ്പോഴത്തേക്കും 1000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയിലുള്ളതാണ്. 4.5 വർഷം എന്ന് പറഞ്ഞാൽ 54 മാസമാണ്.
ഈ 4.5 വർഷം ഇവർ 1000 രൂപ വെച്ച് ഈ സ്ത്രീകൾക്ക് കൊടുത്തില്ലെങ്കിൽ 54,000 രൂപ ഓരോ സ്ത്രീകൾക്കും ഈ സംസ്ഥാനത്തെ ഈ സർക്കാർ കടപ്പെട്ടിരിക്കുക. ഈ അവസാനത്തെ മാസം വന്നിട്ട് ഇങ്ങനെ ജനക്ഷേമ നടപടി എന്ന് പറഞ്ഞ ചുമ്മാ ആളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വെച്ചാൽ അത് ജനം തിരിച്ചറിയും. ഈ ക്രൈസ്തവ സഭകൾ ഇപ്പോൾ മൗനം പാലിക്കുകയാണോ? അവർ UDF അനുകൂലമായി ചിന്തിക്കുമെന്ന രീതിയിൽ വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അവസാനം ക്രൈസ്തവ മേഖലയ്ക്കായി നൽകിയ ഈ ആനുകൂല്യങ്ങൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതടക്കം സഭ സംതൃപ്തരാണെന്ന് തോന്നുന്നില്ലേ പിണറായി സർക്കാരിൽ? അങ്ങനെയാണെങ്കിൽ അല്ല, സഭ അങ്ങനെ ഒരു നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയത്തിലൊന്നും അങ്ങനെയൊന്നും ഇടപെടാറില്ല. പിന്നെ ഈ ഒരു കഴിഞ്ഞ 4.5 വർഷം ഈ സർക്കാർ ചെയ്ത കൊള്ളരുതായ്മകൾ അത് സഭയെന്നല്ല, ഈ കേരളത്തിലെ ഓരോ വ്യക്തികളും, നമ്മൾ ഓരോ ഇവിടെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും അവർ പറയുന്നത് ഞങ്ങൾക്ക് ഈ ഭരണം മടുത്തു, ഇനി ഇവരെ അധികാരത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ഈ അഹങ്കാരമുള്ള ഈ ഒരു കൂട്ടരെ താഴെ ഇറക്കാൻ അവർ മുന്നിട്ട് ഇറങ്ങുമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും പിന്നെ വിലയിരുത്തൽ. അപ്പോൾ ഇത് സഭ അല്ലെങ്കിൽ സമുദായം എന്നുള്ളതല്ല, കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇന്ന് ഈ സർക്കാരിന് എതിരാണ്. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നത് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലേ? തീർച്ചയായിട്ടും പ്രവർത്തകരുടെ ഇടയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു തവണത്തേക്ക്, ഈ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യം, ഭരണം പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അതായത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കുക, ജനക്ഷേമ നടപടികളായി ഒരു പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിച്ചുകൊണ്ട് പോകുവാൻ UDF കഴിയത്തുള്ളൂ. ആ ഒരു വിലയിരുത്തലിലാണ് അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ അതെല്ലാം പാച്ചപ്പ് ചെയ്ത് അവിടെ ഒറ്റക്കെട്ടായിട്ട് ടീം UDF ആയിട്ട് ഇടുക്കിയിൽ ഇപ്പോൾ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. റോയ് കെ പൗലോസ് വൻ ഭൂരിപക്ഷത്തിൽ ഇടുക്കിയിൽ നിന്ന് വിജയിച്ചിരിക്കും. ഇപ്പോൾ ഒരു കുടുംബ രാഷ്ട്രീയത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യം ഉയരുമല്ലോ. കുടുംബ രാഷ്ട്രീയം എന്ന് പറയുമ്പോഴേ, ഈ രാഷ്ട്രീയത്തിൽ ഇപ്പം ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ രാഷ്ട്രീയം കണ്ട് വളർന്നയാളാണ്. എൻ്റെ ചെറുപ്പകാലത്ത് അപ്പച്ചനെ കാണാൻ പോലും കിട്ടിയിട്ടില്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരം ഭയങ്കര എന്താ വെച്ചാൽ പട്ട് വിരിച്ച പരവതാനിയാണെന്ന്. വ്യക്തിജീവിതമില്ല, സ്വകാര്യ ജീവിതമില്ല, കുടുംബജീവിതമില്ല. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് ഇതൊരു ത്യാഗത്തിൻ്റെ ജീവിതമാണ്, ഇതൊരു സാക്രിഫൈസിൻ്റെ ജീവിതമാണ്. ആ ഒരു ജീവിതത്തിലേക്ക് എത്ര CPM നേതാക്കന്മാർ അവരുടെ മക്കളെ രാഷ്ട്രീയത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട്. അവരെല്ലാം യൂറോപ്പിലും ജർമ്മനിയിലും അവിടെയൊക്കെ പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ചിലർ ഭരണത്തിൻ്റെ മറവിൽ, ഞാൻ പറയുന്നില്ല ആരുടെയും വരുന്നില്ല, മറ്റു രീതിയിൽ ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. ഈ കോൺഗ്രസിലും കേരള കോൺഗ്രസിലും അല്ലാതെ പുതുതലമുറയെ രാഷ്ട്രീയത്തിലേക്ക് വിട്ടുവിടുന്ന എത്ര നേതാക്കന്മാരുണ്ട്? ചാണ്ടി ഉമ്മൻ, ശബരിനാഥ്, K മുരളീധരൻ, എന്തിനധികം പറയുന്നു ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, ഷോൺ ജോർജ്. ഇപ്പം അത് ഞാൻ പറയുന്നത് ഇതൊരു മക്കൾ രാഷ്ട്രീയം എന്ന് നമ്മൾ പറയാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. എനിക്കും വ്യക്തിപരമായിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ എനിക്കറിയാം എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എൻ്റെ സ്വകാര്യതയും എൻ്റെ വ്യക്തി. ഉമ്മൻചാണ്ടി സാറ് തുണി മാറുമ്പോൾ പോലും നിവേദനമായിട്ട് ആളുകൾ 2 സൈഡിലും നിൽക്കുമെന്നാണ് പറയണേ. അപ്പോൾ ഇത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അതിനുള്ളൊരു ആർജവം വേണം, അതിനൊരു മനസ്സ് വേണം. അപ്പോൾ ഇതൊരു കുടുംബ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് അതിനെ വില കുറച്ച് കാണലാണ്. അങ്ങനെ ഒരു അഭിപ്രായം വരേണ്ട കാര്യമില്ല. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാനും അത് പരിഹരിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിലും അതിനുള്ള കഴിവുണ്ടെങ്കിലും ആരാണെങ്കിലും രാഷ്ട്രീയത്തിൽ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കേരള കോൺഗ്രസുകളുടെ പരസ്പരമുള്ള ഉരച്ചുനോക്കൽ കൂടിയാകില്ലേ ഈ തെരഞ്ഞെടുപ്പ്? അങ്ങനെയാണെങ്കിൽ അതിൽ ജോസ് കെ മാണി പറയുന്നത് ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് മാണിയാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന്. യഥാർത്ഥ കേരള കോൺഗ്രസ് പറയുന്നത് PJ ജോസഫ് നയിക്കുന്ന ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ്സാണ്. 1964 ഒക്ടോബർ മാസം രൂപം കൊണ്ട മന്നത്ത് പത്മനാഭൻ തിരി തെളിച്ച് രൂപം കൊടുത്ത പാർട്ടി, അതിൻ്റെ ചെയർമാൻ ഇപ്പോൾ PJ ജോസഫാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നോക്കിയിരുന്ന് കണ്ടോളുക ഏത് കേരള കോൺഗ്രസ് ആയിരിക്കും ഈ കേരളത്തിൽ നിലനിൽക്കാൻ പോകുന്നത്. കാരണം ആത്യന്തികമായി സത്യത്തിനും നീതിക്കും ന്യായത്തിനും മാത്രമേ നിലനിൽപ്പുള്ളൂ. താൽക്കാലികമായിട്ടൊക്കെ പലർക്കും പല രീതിയിലൊക്കെ വിജയിക്കാൻ പറ്റും. പക്ഷേ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ്സാണ്. ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒന്നും സംസാരിക്കാം. ശരി, നന്ദി. എന്തായാലും ഇതാണ് ശ്രീ അപ്പു ജോൺ ജോസഫിന് പറയാനുള്ളത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് തിരക്കുകളിലാണ്. എന്തായാലും കേരള കോൺഗ്രസുകളുടെ പരസ്പരമുള്ള ഒരു ഉരച്ചുനോക്കലിന് കൂടി വേദിയാവുകയാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതാണ് ശ്രീ ജോസ് കെ മാണി പറഞ്ഞതും ശ്രീ അപ്പു ജോൺ ജോസഫ് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.